കോഴിക്കോട് എലത്തൂരിലെ യുവതിയുടെ മരണം കൊലപാതകം. ആൺസുഹൃത്ത് വൈശാഖൻ പോലീസ് കസ്റ്റഡിയിൽ. ബന്ധം വീട്ടിൽ അറിയുമെന്ന് കരുതിയാണ് കൊലപാതകം നടത്തിയതെന്നാണ് സംശയിക്കുന്നത്. അഞ്ജന സുകുമാരനുണ്ട് വിവരം നൽകാനായി. അഞ്ജന, എങ്ങനെയായിരുന്നു സംഭവം? ഈ ബന്ധം വീട്ടിലറിയുമെന്ന് കരുതി മാത്രം വല്ല തർക്കത്തെ തുടർന്നുമായിരുന്നു ഇതുണ്ടായത്? കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെ? മോത്തി, കോഴിക്കോട് എലത്തൂരിലെ യുവതിയുടെ മരണത്തിലാണ് ഇപ്പോൾ വഴിത്തിരിവുണ്ടായിരിക്കുന്നത്. നേരത്തെ ആത്മഹത്യ എന്ന് കരുതിയ മരണം ഇതിപ്പോൾ കൊലപാതകമാണ് എന്നുള്ള നിഗമനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് പോലീസ്. കഴിഞ്ഞ ദിവസമാണ് എലത്തൂരുള്ള ഒരു ഇൻഡസ്ട്രിയിൽ ഈ പ്രതിയായ വൈശാഖന്റെ തന്നെ ഇൻഡസ്ട്രി ആയിരുന്നു അവിടെ ഈ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നത്. അത് വൈശാഖൻ തന്നെയായിരുന്നു ആദ്യം യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പിന്നീട് പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുകയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയുമായിരുന്നു. ആശുപത്രിയിൽ കൊണ്ടുപോയി പിന്നീട് മരണം രേഖപ്പെടുത്തി. പക്ഷേ മരണത്തിന് പിന്നാലെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തു. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ ചില നിഗമനങ്ങളിലൂടെയാണ് പോലീസ് ഇപ്പോൾ ഇത് കൊലപാതകമാണ് എന്ന് ഉറപ്പ് വരുത്തിയിരിക്കുന്നത്. മൃതദേഹത്തിൽ ചില മുറിവേറ്റ പാടുകളും മർദ്ദനമേറ്റ പാടുകളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോ അത്തരത്തിൽ സംശയത്തെ തുടർന്ന് പിന്നീട് പോലീസ് വൈശാഖനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുകയായിരുന്നു. അപ്പോൾ ചോദ്യം ചെയ്യലിലാണ് വൈശാഖൻ കൊലപാതകമാണ്, യുവതിയെ കൊന്നതാണ് എന്നുള്ള മൊഴി രേഖപ്പെടുത്തുകയും പിന്നീട് അത് സമ്മതിക്കുകയും ചെയ്തത്. ഈ യുവതിയും അതോടൊപ്പം തന്നെ ഈ വൈശാഖനും തമ്മിൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായി ബന്ധമുണ്ടായിരുന്നു. ആ ബന്ധം വീട്ടിൽ അറിയും എന്നുള്ളത് കൊണ്ട് ആത്മഹത്യ ചെയ്യാം എന്ന് വിശ്വസിപ്പിച്ച് യുവതിയെ ഇൻഡസ്ട്രിയിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. ഒരുമിച്ച് മുന്നോട്ട് ജീവിക്കാൻ പറ്റില്ല, വീട്ടിലറിഞ്ഞാൽ പ്രശ്നമാകുമെന്ന് യുവതിയെ വിശ്വസിപ്പിച്ച് ഒരു നാടകം കളിച്ചുകൊണ്ട് ഇൻഡസ്ട്രിയിൽ വന്ന് ആത്മഹത്യക്ക് മുതിരാമെന്നുള്ള നിലയിൽ പറയുകയായിരുന്നു. യുവതി ആത്മഹത്യ ചെയ്യുകയും പിന്നീട് ഇയാൾ അവിടെ നിന്ന് കടന്നു കളയുമായിരുന്നു. പിന്നീട് മരണം ഉറപ്പാക്കിയ ശേഷം തിരിച്ചു വന്നു എന്നുള്ളതാണ് ഇയാൾ പറയുന്നത്. ഏതായാലും യുവതി ആത്മഹത്യ ചെയ്തതിനു ശേഷം ഇയാൾ അവിടെ എത്തി എന്നുള്ള ഇയാളുടെ മൊഴി പോലീസ് മുഖവിലേക്ക് എടുത്തിട്ടില്ല. ഇയാൾ തന്നെയാണ് അത് കൃത്യം ചെയ്തത് എന്നുള്ള നിഗമനത്തിലാണ് പോലീസ് ഇപ്പോഴും ഉള്ളത്. ഏതായാലും ഇതിലൊരു കൂടുതൽ അന്വേഷണം വേണ്ടതുണ്ട്. നിലവിൽ ഏതായാലും ഈ ഒരു വൈശാഖൻ പോലീസിന്റെ കസ്റ്റഡിയിലാണുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം നടത്തി വരികയാണ് എലത്തൂർ പോലീസ്. ശരി അഞ്ജന. വിശദാംശങ്ങൾ നൽകിയത് അഞ്ജന സുകുമാരനാണ്. എലത്തൂരിലെ യുവതിയുടെ മരണവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ വഴിത്തിരിവ് ഉണ്ടായിരിക്കുന്നത്.